Hello, welcome to market discussion of the day. Today, July 9, 2026. Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഈ ആഴ്ച ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ബിക്കോസ് ഓഫ് നാറ്റോ മീറ്റിംഗിൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇന്നലത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബിക്കോസ് ട്രംപ് വാസ് സ്പീക്കിംഗ്. ഓക്കെ, ട്രംപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിലൊന്നാണ് ഇറാനും യു എസും തമ്മിലുള്ളൊരു വാർ ഇതേവരെ അവസാനിച്ചിട്ടില്ല, അത് ഓൺഗോയിങ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ അതിനുശേഷം ആക്ച്വലി എന്താണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇറാനിയൻ ഡ്രോൺ എന്താ പറയുക കൊമേഴ്ഷ്യൽ വെസലിനെ അറ്റാക്ക് ചെയ്യുകയും യു എസ് മിലിറ്ററി ലോഞ്ച് ചെയ്ത എയർ സ്ട്രൈക്കുകൾ ഓൾമോസ്റ്റ് 80 to 90 മിലിറ്ററി ടാർഗറ്റ്സ് ഇൻസൈഡ് ഇറാനിൽ നടക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതിന് റെസ്പോൺസ് ആയിട്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വന്നിട്ട് എന്ത് ചെയ്തു, കൗണ്ടർ അറ്റാക്ക് നടത്തി യു എസ് ബേസിൽ ഇൻ ബഹ്റിൻ, കുവൈറ്റ് ആൻഡ് ഖത്തർ. ഓക്കെ, സോ വീണ്ടും വാറിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മാർക്കറ്റ് ഭയങ്കര ശാന്തമായ മാർക്കറ്റ് കുറച്ച് കാലമായിട്ട് കണ്ടു, പക്ഷേ വീണ്ടും അത് വാറിലോട്ട് പോവുകയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം ഒന്നും നമുക്കറിയില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ രാവിലെ യു എസ് എന്താ പറയുക പ്രസിഡന്റ് പറഞ്ഞ കാര്യം, പുള്ളി ഒരു ഡിക്ലെയർഡ് ദാറ്റ് നമ്മുടെ നേരത്തെയുള്ള പീസ് ഡീൽ വിത്ത് ഇറാൻ ഈസ് ഓവർ ആൻഡ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ എങ്ങനെ അനുമാനിക്കാം, എങ്ങനെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഗോൾഡിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4180 അവിടെ നിന്ന് താഴെ വീണ് 4130 വരെയൊക്കെ മാർക്കറ്റ് പോയതും നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടതാണ് അല്ലേ. ഇതിൻ്റെ റീസൺ എന്താണ്? മാർക്കറ്റിൽ ഇതേപോലത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. ഇത് ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. ഇനിയുള്ള അങ്ങോട്ടുള്ള സമയങ്ങൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി നമ്മൾ രാവിലെ തന്നെ 2 സിഗ്നൽസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തു, 2 നമ്മൾ TP അടിച്ചു, ടേക്ക് പ്രോഫിറ്റ് അടിച്ചു. ഓക്കെ, സോ ഇനി അങ്ങോട്ട് യൂറോപ്യൻ സെഷൻ്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ, സോ എനിവേയ്സ് എന്താ പറയുക, ഇമാതിരി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ USD JPY ഉള്ളൊരു സെൽ ഓർഡർ 162.80 അവിടെയുള്ള സെൽ ഓർഡർ, അത് എന്താ പറയുക അത് ആ സെൽ ഓർഡർ എടുത്ത് മാറ്റുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ തരാം. സോ ഓൾറെഡി ഇന്നലെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. 162.7 അവിടെ നിന്നൊക്കെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ട്രംപ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് ഗ്രീൻലാൻഡ് വേണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് യൂറോപ്പ് ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത്, മാർക്കറ്റ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ന്യൂസുകളൊക്കെ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ട് നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ. ഓക്കെ, അതേപോലെ റഷ്യ ഉക്രൈൻ എന്താ പറയുക ആ ഒരു വാർ ഓൺഗോയിങ് ആണ്, അവിടെ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കെൻഡിലും നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നാറ്റോ സപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈനെയാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റുകൾ ഒക്കെ എന്താ പറയുക യുക്രൈന് എന്താ പറയുക യുക്രൈന് സഹായം വേണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നാറ്റോയുടെ മീറ്റിങ്ങിനകത്തതും നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ GBP ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് പുതിയ പഴയ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് 1 മാസം മുന്നേ. പുതിയ പ്രൈം മിനിസ്റ്റർ വരാനായിട്ട് പുള്ളിക്കാരൻ ഇന്നാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസമാണ് റിസൈൻ ചെയ്ത് ഇറങ്ങുന്നത്. പുതിയ ആൾ വരും. ഓക്കെ, പുതിയ ആൾ വരുമ്പോൾ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ഡൊണാൾഡ് ട്രംപ് അവിടെയും പോയി തലയിട്ട് അവിടെയും അഭിപ്രായങ്ങൾ പറയും. ഓക്കെ, സോ അതും GBP USDനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്കറിയാലോ യൂറോ സോണിൽ നിന്നുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നാറ്റോ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ യൂറോപ്പിൽ ഒരു ഭിന്നത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ കൗണ്ടറിലും ഒരു അൺസർട്ടൺ സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് നമ്മൾ
നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഞാൻ നമ്മുടെ ഫോറക്സ് ഫാക്ടറി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫോറക്സ് ഫാക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ജൂലൈ 9 ആണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസൊന്നുമില്ല. നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസുണ്ട്, FOMC മെമ്പറിൻ്റെ സ്പീച്ചുണ്ട്, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. ഓക്കെ, ഇത് മൂന്നുമാണ് മേജറായിട്ടുള്ള ന്യൂസുകൾ. നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയങ്കര ഇതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം എന്തായാലും. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ലോങ്ങർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 4074 ഗോൾഡ് നിൽക്കുന്നു. സോ ഗോൾഡിൻ്റെ കൗണ്ടറൊക്കെ ചിലപ്പോൾ ഈ ഒരു സമ്മിറ്റോടെ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വാറ് കൂടുതൽ കഠിനമായിട്ട് പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ 3930 3880 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് തിരിച്ച് വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ലോങ്ങർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ. ഇന്നത്തെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇന്ന് എത്തുന്നല്ല ഞാൻ പറഞ്ഞത്, അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് എത്തേണ്ടതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഗോൾഡിൻ്റെ ഒരു ലോങ്ങർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറഞ്ഞു പോവുകയും ചെയ്യാം. സോ നമുക്ക് ഗോൾഡിൽ നിന്ന് തുടങ്ങിയത് കൊണ്ടിട്ട് തന്നെ ഗോൾഡിനകത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗോൾഡ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 4060 അവിടെ നിന്ന് ഒരു ബൈ എൻട്രി, 4060 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 4040 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ 4060 അവിടെ നിന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടെ സേഫായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക്. 4030 അവിടെ നിന്നും എൻട്രി ചെയ്യാം. കാരണം ഇനി 4060 അവിടെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ 4190 4200 ഓക്കെ, അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4215 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് നേരെ GBP/USD വരാം. GBP/USD 1.3. സോ ഇന്നലെ നമ്മൾ ഗോൾഡിനകത്ത് പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് GBP/USD പോകാം. GBP/USD 1.3437 നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ GBPയിൽ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ട് 1.3350 അവിടെ 1.3340 അവിടെ നിന്നൊക്കെ ബൈ ചെയ്യാനായിട്ടാണ്. സോ അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും അത്യാവശ്യം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, സോ വളരെ നല്ല കാര്യം. സോ ആ ഒരു പ്രോഫിറ്റ് നിങ്ങൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, പാർഷ്യലി എങ്കിലും ബുക്ക് ചെയ്ത് ഇറങ്ങാം. ഓക്കെ, ഇല്ലാത്തുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുക. 1.3500 ഒക്കെ എത്തേണ്ടതാണ് നമ്മുടെ GBP/USD. ഓക്കെ, പക്ഷേ അവിടെ ഈ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ EUR/USD നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1.14312 നിൽക്കുന്നു. സോ ബേസിക്കലി വീണ്ടും നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് 1.3400 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 30 പിപ്പിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. പ്രോഫിറ്റ് എടുത്ത് മാറുന്ന ആൾക്കാർക്ക് മാറാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും താഴെ വീണ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ USD/JPY 162.37 162.70 വരെയൊക്കെ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മുടെ ഒരു ചെറിയൊരു 10 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അവിടെ വരെ വെയിറ്റ് ചെയ്യാതെ എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 162.60 70 80 നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 163.30 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, സോ അതാണ് നമുക്ക് USD/JPY ലോങ്ങർ ടേമിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ കഴിഞ്ഞ വട്ടം JPY നമ്മൾ താഴെ വീണപ്പോൾ നിങ്ങൾ കണ്ട 162.80 അവിടെ നിന്ന് താഴെ വീണ് ഓൾമോസ്റ്റ് 160 പോയിന്റ്, ഓൾമോസ്റ്റ് 200-250 പിപ്പിൻ്റെ മൂവ്മെൻറ്റാണ് നടന്നത്. ഓക്കെ, ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത ആൾക്കാർ $2500 മുകളിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ടാണ് ഈ ഒരു റിസ്ക് നമ്മൾ എടുക്കുന്നത് വെർത്താണ് എന്നുള്ളതാണ്. ഓക്കെ,
സോ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മാത്രം 162 പോയിന്റ് ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്ത് പോവുക. ഇല്ലാത്തുള്ള ആൾക്കാർ വിട്ട് കളയുക. നിങ്ങൾ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിസ്ക് ആണ്, ട്രേഡിങ് മൊത്തത്തിൽ റിസ്ക് ആണ്. പക്ഷേ ആ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് താഴോട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രതീക്ഷ. ഓക്കെ, പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നമ്മളുടെ US നമ്മുടെ ജപ്പാൻ ബാങ്ക് ഓഫ് ജപ്പാനും ജപ്പാനീസ് ഗവൺമെൻറ്റും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് എത്രമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഇനിയും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് 162.8 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസും നമുക്ക് കൃത്യമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ സ്റ്റാർട്ട് റേറ്റിലെ ബ്രോക്കർ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.